ഹലോ ഫാമിലി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കല്യാണി മൈ വേ ബൈ കല്യാണി ജീവാലക്ഷ്മിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ തന്നെ എപ്പോഴും ചെയ്യുന്ന ഒരാളല്ല. നമുക്ക് പബ്ലിക്കിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഡൗട്ടുകൾ അതാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സ്കിന്നിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്കിന്നിന്റെ ഒരുപാട് പണികൾ മേടിച്ചതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ക്ലിനിക്കിന്റെ പേരുൾപ്പെടെ. അപ്പോൾ ജീവാലക്ഷ്മി കല്യാണിയുടെ ഇന്നലത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. പക്ഷെ അത് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു കേസ് ആക്കുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈ വേ ബൈ കല്യാണി യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റത്തെ വീഡിയോ എക്സ്പ്ലനേഷൻ ആണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ഒരു തുടക്കം എന്നോണം ആഡ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പബ്ലിക് എന്ന രീതിയിൽ നിങ്ങളുടെ ചാനൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ചാനൽസ് കൂടുതൽ കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും നമ്മളൊരു പബ്ലിക്കിൽ എപ്പോഴും ഒരു കുഞ്ഞി ചാനലാണെങ്കിൽ എനിക്കുള്ളതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോൾ സാധാരണ മനുഷ്യനുണ്ടാവുന്ന ഡൗട്ടുകളും ഒക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ എഴുതി വെച്ചോണം. കുറച്ച് എക്സ്പ്ലനേഷൻ തരുന്നത് നല്ലതായിരിക്കും. നമുക്ക് തോന്നുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ക്ലിനിക്ക്, തിരുവനന്തപുരത്തുള്ള ക്ലിനിക്കിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത്. ആ വീഡിയോ ഞാൻ കുറച്ച് ഞാനിവിടെ പ്ലേ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ കുറച്ചേ ഉള്ളൂ, അത് കംപ്ലീറ്റ് നമ്മളിവിടെ വെക്കുന്നില്ല. നിങ്ങൾ ആ ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മനസ്സിലാവും. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കുറച്ചിട്ടോ. പിന്നെ എന്റെ പരാതി കൊടുത്തേക്കുന്നത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണം നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കൊടുക്കാട്ടോ. കുഴപ്പമില്ല, പക്ഷെ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യും, മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഓക്കെ, അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത് മെറ്റർ ക്ലാസ് ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റർ ക്ലാസ്സിനെ ഷൂട്ട് ചെയ്ത് അവിടെ മെയ് 30-ാം തീയതി 1-ാം തീയതി ജൂൺ 1-ാം തീയതി ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റർ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം എന്താ, ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നത്. അത് 30-ാം തീയതി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു. അവരെപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴിയും കൂടെ ഷെയർ ചെയ്യും. ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റർ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ മെറ്റർ ക്ലാസ് തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, ഈ പറഞ്ഞവർ ബില്ല് എവിടെയാണ് അത് ഞാൻ വന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം. ഈ മാസത്തോട് ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് മെയ് 30-ാം തീയതി 1-ാം തീയതി അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. എന്നിട്ട് അവർക്ക് വേറൊരു പ്രശ്നം വെച്ചിട്ടാണ് അവർ ആദ്യം ആ ക്ലിനിക്കിലോട്ട് വന്നേക്കുന്നത്. ബില്ലാണ് ഫസ്റ്റ് കൺസേൺ. ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാരത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡിന് അറിയാലോ. ഹസ്ബൻഡിന്റെ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വൈഫിനെ നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അപ്പൊ സ്ഥലം ഇങ്ങനെ പതുക്കെ കാട്ടിയാലോ. നമ്മൾ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ ഈ സ്റ്റിറോയിഡിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ വ്യൂസ് നിങ്ങൾ സോ ദ ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് ആദ്യത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിംഗ് ദാറ്റ് therefore I am എനിക്കും ബില്ല് തന്നിട്ടില്ല. യുവർ അതർ ക്ലയന്റ്സ് ടോൾഡ് her that they have not given the bill. Why can't she just reveal their name then? Why don't she just put out the name? I'd like to know. ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി പൈസ തന്നിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ GST ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ബില്ല് തരാതെ നമുക്ക് GST ക്ലെയിം ചെയ്യോ? Where is that? Hello? Yeah, that's correct. Yeah.
അപ്പൊ ബില്ല് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? വൈ ഡോണ്ട് ദേ ജസ്റ്റ് റൈറ്റ് ടു ഇൻകം ടാക്സ് ലെറ്റ് പീപ്പിൾ കം ഹിയർ ആൻഡ് ചെക്ക്. ഇതുപോലെയാണോ ദെയർഫോർ ആൻഡ് ക്ലിനിക് ആണെന്നും പറഞ്ഞു? ആദ്യമേ പറയാം, ഇതിൽ 8 മാസം ഒക്ടോബർ 19 എന്നാണെങ്കിൽ ഇപ്പം ഈ കേസ് കൊടുത്തൊരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ 8 മാസം തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ കല്യാണിയുടെ ഭാഗത്തുനിന്ന് കല്യാണി ലാസ്റ്റ് വിസിറ്റ്, അത് ട്രീറ്റ്മെൻറ്റിനായിട്ട് ലാസ്റ്റ് വിസിറ്റ് ചെയ്ത ഡേറ്റ് നോക്കുമ്പോൾ ഈ പറഞ്ഞ 6.75-7 മാസമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, 1 മാസത്തിന് ഡിഫറൻസ് ഉള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ആദ്യമായിട്ട് ഈ ബെർത്ത് മാർക്കുകൾ മാറ്റാൻ പറ്റില്ല എന്നൊന്നില്ല. മാറ്റാനൊക്കെ പറ്റുന്ന ക്ലിനിക്കുകളുണ്ട്, അല്ലെങ്കിൽ അതിന് സർജറീസ് ഉണ്ട്, അതൊക്കെ അവൈലബിൾ ആണ്. മാറ്റാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. ഡോക്ടർ എവിടെയൊക്കെയോ പറയുന്നുണ്ട് ബെർത്ത് മാർക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെയോ. എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. ബെർത്ത് മാർക്കൊക്കെ മാറ്റാൻ പറ്റുന്ന ക്ലിനിക്കുകളുണ്ട്. പക്ഷേ അത് കുറച്ച് പെർസെൻറ്റേജ് ഉള്ളൂ. കൂടുതലും ഇങ്ങനെയുള്ള ലേസറും അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഓക്കെ, ബെർത്ത് മാർക്ക് എന്ന് പറഞ്ഞിട്ട് കല്യാണി കാണിക്കുന്ന ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ്, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മാർക്ക് അത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇത്രയും അയ്യോ നിങ്ങളുടെ ഇത് ഗ്ലോ വരും, ഇവിടുത്തെ മാർക്കൊക്കെ പോയി നിങ്ങൾക്ക് ഭംഗിയാവുമെന്ന് പറയുന്ന സെയിം പ്രൊഡക്റ്റുകൾ, അത് ഒരുപാട് പ്രൊഡക്റ്റുകൾ പബ്ലിക്കിന് കൊടുക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു മാർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആവും. അതുകൊണ്ടാകാം ഇത്രയും റെഫർ ചെയ്തിട്ട് ഇത്രയും ദൂരെ പോയത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസിൽ അവർ പറയുന്നുണ്ട് ഇവർക്ക് വണ്ണം കുറയണം, ഇവർക്ക് വെളുക്കണം, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ ഒരു സ്റ്റാഫിന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഹോസ്പിറ്റലുകാർ പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു സംഭവം ഈ ഒരു ഷോർട്സിലൂടെ ഇവരിങ്ങനെ പുറത്തേക്ക് വന്നു, ആദ്യത്തെ കമന്റ് പിൻ ചെയ്ത് ഇവരെ ക്ലിനിക്ക്, അതുകൊണ്ടാണോ നിങ്ങൾ ഒരു ആരും ആയിക്കോട്ടെ, ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ആരോ ആയിക്കോട്ടെ, യൂട്യൂബ് എന്ന് പറയുന്നത് കോടതി ഒന്നും അല്ലല്ലോ, ഒരു പോലീസും അല്ല, ഒരു ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴേക്കും കല്യാണം എന്ന് പറയുന്ന ആൾ ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ടോ, എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇത്രയും സ്റ്റാൻഡേർഡും ഇത്രയും ക്വാളിറ്റിയും നിങ്ങൾ നിലനിർത്തുന്ന ഒരു ക്ലിനിക്കാണെങ്കിൽ എന്തിനാ ആ ഡീറ്റെയിൽ പുറത്തുവിട്ടു? അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റിയിൽ നിങ്ങളത് ലീഗലി മൂവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബേഴ്സിനല്ല, വളരെയധികം ഇതായിട്ടുള്ള നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. എന്തുകൊണ്ട് ഒരു ഫോൺ കോളിലൂടെ ഒരു പേഷ്യന്റിന്, കല്യാണി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ, ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ഫോൺ കോളിലൂടെ പുറത്തു പറഞ്ഞു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഷോർട്സിലൂടെ വന്ന് ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ഔട്ട് ചെയ്തു എന്നായിരിക്കാം. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. രണ്ടാമത്തെ കാര്യം, കല്യാണിക്കെതിരെ വന്നിരിക്കുന്ന ഒരു അലിഗേഷനാണ്. അതൊരു ഒരു ആളുടെ യൂട്യൂബറിന്റെ വീഡിയോയിലാണ് ഞാൻ ആ വോയിസ് കേട്ടത്. അതും ഞാൻ ഇത് കഴിയുമ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അതായത് പറയുന്നുണ്ട് 30-ാം തീയതി നിങ്ങൾ അവിടെ പോയിരുന്നു എന്നുള്ളത്. 30-ാം തീയതി പോയിരുന്നു, മെറ്റാ ക്ലാസ് വെച്ച് റെക്കോർഡ് ചെയ്തിരുന്നു, അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കാരണം ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ഷർട്ടാണ് ഇട്ടത്, അതുകൊണ്ട് ഒരു പ്രൈവസിനെ മാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡോക്ടർ ഡിസ്കസ് ചെയ്യുന്ന റൂമിൽ CCTV ഉണ്ടെങ്കിൽ, കാണുമ്പോൾ CCTV ഉള്ളവരെ തോന്നുമെങ്കിൽ അത് കട്ട് ചെയ്തിട്ടേക്കുവാണ്. കാരണം ഒരുപാട് സ്കിന്നിന് ഇപ്പോൾ ഈ ബ്രസ്റ്റിന്റെ അവിടെയൊക്കെ ഒരു മാർക്കൊക്കെ കാണിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പുരുഷന്മാരാണെങ്കിലും അവർക്ക് സ്വകാര്യ ഭാഗങ്ങൾ എന്തെങ്കിലും മാർക്കുകളൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുമ്പോൾ അതൊക്കെ റെക്കോർഡ് ആവാതിരിക്കാൻ അവരെ സേഫ്റ്റിക്കാണ്. പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ചു, അതിന് അവരെ കൊണ്ട് അത് ഊരിപ്പിച്ചു, അവരത് നെഞ്ചത്ത് തൂക്കിയിട്ടു. അങ്ങനെയാണെങ്കിൽ ആ ഇൻസിഡന്റ് ഉണ്ടായ ആ ദിവസത്തെ വീഡിയോ നിങ്ങൾ എന്തുകൊണ്ട് ഔട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് ആ വീഡിയോ ഔട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ ആരെയാണ് കല്യാണി പേടിക്കുന്നത്? നിങ്ങൾ മാന്യമായിട്ടാണ് അല്ല, കൊളാബിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴും മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച്? എനിക്ക് ഈ മെറ്റാ ഗ്ലാസിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല, എത്ര മാസത്തെ സ്റ്റോറേജ് ഇതിന് കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് സിറ്റിങ്ങിനാണ് ഈ കൊളാബിനെ കുറിച്ച് ചോദിച്ചതെങ്കിൽ ഡോക്ടറോട് ആയിക്കല്ലോ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത്. ആ റൂമിൽ CCTV ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറിനും അത് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആ സമയത്ത് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, സെക്കൻഡ് സിറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആ വീഡിയോ എന്തുകൊണ്ട് ഔട്ട് ചെയ്യുന്നില്ല? അതേ സ്ഥാനത്ത് ക്ലിനിക്കിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മെറ്റാ ഗ്ലാസ് നെഞ്ചത്തോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, അത് ഈ
ഡോക്ടറിന്റെ മുറിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ നെഞ്ചത്തുണ്ടാവും, പോക്കറ്റിലുണ്ടാവും, അല്ലെങ്കിൽ കണ്ണട ഉണ്ടാവും, അല്ലെങ്കിൽ തലയിലുണ്ടാവും. ആ വീഡിയോ നിങ്ങളുടെ CCTV ഉണ്ടെങ്കിൽ അതും ഡോക്ടറിന് ഔട്ട് ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ചാൽ ഇത് കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നവരും പബ്ലിക്കും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പബ്ലിക്കിനെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. ലോകത്ത് കുട്ടികളെ പീഡിപ്പിക്കുന്നതും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതാണ്. പക്ഷേ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കൂടിക്കൂടി വന്നതുകൊണ്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ വീഡിയോസ് കാണുന്നതുകൊണ്ടും ഇത് ഇമ്പോർട്ടൻറ്റ് ഒരു മെയിൻ തിങ് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡേ തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് സെയിം ഡേ തന്നെയാണെങ്കിൽ പോലും ആ വോയിസിൽ കല്യാണി പുറത്തുവിട്ട CCTV അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ACPയോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ലീഗലി മൂവ് ചെയ്തോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലീഗലി. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രശ്നം നടക്കുന്നത് കല്യാണിയുടെ ഭർത്താവും പറയുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ക്ലിനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത് പോലീസ് അവിടെ വന്നതും ക്ലിനിക്ക് ആര് വിളിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് CCTV നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു, അതിനുശേഷം നിങ്ങൾ വീണ്ടും കയറുന്നു. അപ്പോൾ ആദ്യത്തെ ഇവിടുത്തെ തർക്ക വിഷയം ഇൻഫോം ചെയ്തത്, റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നത് പിന്നീടാണെങ്കിൽ പോലും സഡൻ ആയിട്ട് അവിടെ ഒരു ഹെൽപ്പ് ചോദിച്ച് ക്ലിനിക്കുകാർ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. പിന്നെ കല്യാണി കാണിക്കുന്ന ഒരു വാട്സാപ്പിൽ 2-3 ബില്ലുകൾ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പബ്ലിക് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് ഈ സ്കിന്നിന്റെ ഒരുപാട് ക്ലിനിക്കിൽ പോയി പണി കിട്ടിയ ആളും റിസൾട്ട് കിട്ടിയ ആളും എന്ന രീതിയിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ക്ലിനിക്കുകളിൽ ഒന്നുകിൽ വാട്സാപ്പ് ചെയ്യും. മെയില് വരുന്നത് വളരെ കുറവാണ് ക്ലിനിക്കുകളിൽ. പക്ഷെ വാട്സാപ്പിൽ ബില്ല് ചെയ്യുന്നവരുണ്ട്. നമ്മൾക്ക് ഒരു ലോഡ് ക്രീം തരുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രിന്റ് ഔട്ട് അതിൽ വെക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ ഏതാണ്, എത്ര ടൈം തേക്കണം, വാരണം എന്നൊക്കെ. അല്ലാതെ ചുമ്മാ തുണ്ടുകടലാസിലല്ല സ്കിൻ ക്ലിനിക്കുകളിൽ എഴുതി തരുന്നത്. ആ ഒരു സാധനം എന്തായാലും ഉണ്ടാവും, പ്രിസ്ക്രിപ്ഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്രീം എന്താണെന്നും അത് എപ്പോഴൊക്കെ തേക്കണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതും ചില ആൾക്കാർ ബില്ല് പ്രിന്റ് ഔട്ട് ഇങ്ങനെ തരും, ചിലവർ വാട്സാപ്പ് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ വാട്സാപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു വന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വരെ ബില്ലിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ഈ പാട് മാറണം. അപ്പൊ ഈ ഒരു വിഷയം നടക്കണ സമയത്താണോ ഒക്കെ എനിക്ക് ബില്ല് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോ 1-2 ബില്ലുകൾ ചിലപ്പോൾ ലാസ്റ്റത്തെ സമയത്തുള്ളത് മിസ്സിങ് ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ കുറച്ച് ബില്ലുകളാണ് അവർ അയച്ചു തന്നിരിക്കുന്നതും അവർ പ്രിന്റ് ഔട്ട് തന്നതോ അല്ലെങ്കിൽ അവർക്ക് ഉറപ്പുള്ള കാര്യങ്ങളോ അവർ തന്നിട്ടുണ്ടാവില്ല. പിന്നെ മിസ്മാച്ച് ആയി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മിസ്മാച്ച് ആയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന ബില്ലല്ലല്ലോ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ വാട്സാപ്പിൽ വന്നതും കുറേ സ്റ്റോറേജ് വരുമ്പോൾ കുറേയൊക്കെ ഡിലേറ്റ് ആയി പോയതും ഞാൻ വെളുപ്പിക്കുന്നതല്ല, കുറേയൊക്കെ ഡിലേറ്റ് ആയി പോയിട്ടുണ്ടാവും. അവർ തന്ന 2-3 ബില്ല് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിയാനായിട്ട് നിങ്ങളൊരു മന്ദബുദ്ധിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യം മുതലുള്ള ബില്ലുകൾ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഈ സ്കിൻ അല്ലെങ്കിൽ ഹെയർ അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ GST എന്ന് പറയുന്ന സംഭവം ഉണ്ട്. GST അടക്കാതെ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം അത്രയും പബ്ലിക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വല്ല ബ്ലാക്ക് മണിയുടെ പരിപാടി ഉണ്ടാവും. ഇവര് ഇങ്ങനെ നിങ്ങൾ ബില്ല് ചെയ്യേണ്ട പൈസയായിട്ട് തന്നാൽ ചില ആൾക്കാർ പറയും ബില്ല് തരുന്നതിന് കൊണ്ടാണ് പൈസയായിട്ട് തരുമെന്ന് ചോദിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ ഇത്ര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ടാക്സ് ചെയ്തേ പറ്റും. അത് സിംഗിൾ മണി ഉണ്ടെങ്കിൽ പോലും അത് കാണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവര് ബില്ല് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം പബ്ലിക്ക് കുറെ പേര് കാണുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കല്യാണിയുടെ വീഡിയോയിലും പറയുന്നുണ്ട്, ഇനി അവർ ആ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ ചോദിച്ചു, മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തൊക്കെ ഇനി അവർ എഴുതി ചേർക്കുമാവോ. അതായത് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന്, ഡോക്ടർ നമ്മളെ ഹിസ്റ്ററി എഴുതി വെക്കും. ഇത് ഞാനിപ്പോ ഒരു ക്ലിനിക്കിൽ പോകണമെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എല്ലാം എഴുതി വെക്കും. പിന്നെ ഇപ്പുറത്തൊരു റിപ്പോർട്ട് ഉണ്ടാവും, നമുക്ക് തന്നിരിക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻസ്, അതാണ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വാതോരാതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടല്ല തരുന്നത്. അതിനൊരു ഹെഡിങ് ഉണ്ടാവും. എന്താണോ നമ്മൾ ട്രീറ്റ്മെന്റിന് പോയത് അത് കൊടുത്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ എടുത്തു എന്നുള്ളതാണ്. ഡിസ്ചാർജ് സമ്മറി പോലെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടില്ല. അതുപോലെ നമുക്ക് അത് ഏതൊരു പേഷ്യന്റിനും ഏതൊരു ക്ലിനിക്കിനും അർഹതപ്പെട്ടതാണത്.
ആ ഒരു ഡോക്ടേഴ്സ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. പിന്നെ കല്യാണി പറയുന്ന പോലെ ഡോക്ടർ എഴുതി വെച്ച സാധനമൊന്നും നമുക്ക് കിട്ടത്തൊന്നുമില്ല. ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നമ്മളെ കുറിച്ചുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത മെഡിസിൻസ് നമ്മൾ എന്തിനൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുത്തി എന്ന് പറഞ്ഞു, കുത്തിയത് ഒന്നുകിൽ PRP ആയിരിക്കണം അല്ലെങ്കിൽ മൈക്രോ നീഡിലിംഗ് ആയിരിക്കണം. PRP എടുത്തവർക്ക് മനസ്സിലാവും ഇവിടെ സൂചിയും കൊണ്ട് കുത്തിയതാണെങ്കിൽ നമ്മളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് നമ്മളുടെ തന്നെ അതിന്റെ ഒരു ഇത് കൺവേർട്ട് ചെയ്ത് പ്ലാസ്മി അങ്ങനെ എന്തോ സാധനം തോന്നുന്നു, അതാണ് കുത്തുന്നത്. എന്താണെങ്കിലും കുത്ത് ഞാൻ കൊണ്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണ് നമ്മളുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കണേന്ന് എനിക്കറിയാം. ആ കുത്ത് കൊള്ളണ സമയത്ത് നമുക്കിവിടെ ഒരു തടിപ്പ് പോലെ വരും. അത് ഡോക്ടേഴ്സ് പറയും 2-3 ദിവസം കഴിയുമ്പോൾ നോർമലായിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് ആ കുത്തു കൊള്ളണ ദിവസം ചെറിയൊരു ക്രീം തന്നു വിടും അത് പരട്ടാൻ വേണ്ടിയിട്ട്. അതായത് അത് PRP എന്ന് പറയുന്ന ചെയ്തവർക്ക് അറിയാൻ പറ്റും 2-3 മാസം കഴിഞ്ഞിട്ടേ അതിന്റെ റിസൾട്ട് വരുള്ളൂ. വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അല്ല. അതായത് കുറച്ചും കൂടി ഒന്ന് യങ് ആയിരിക്കാനും കുറച്ചൊന്ന് ജീവനോടെ ഇരിക്കാനാണ്, അല്ലാതെ വെളുത്തിട്ട് പാറാനുള്ളതിൽ PRP. പിന്നെ മൈക്രോ നീഡിൽ എന്ന് പറയുന്നത് കുറേ സൂചികളുടെ കുത്താണ്. അതായത് ഇങ്ങനെയുള്ള തുളകളിലേക്ക് അവിടെ കുത്തും. ആ തുളകളിൽ മുറിവുണ്ടായിട്ട് നമ്മളെ മുറിവൊക്കെ ഉണങ്ങുമ്പോൾ മാംസം വന്ന് അടയില്ലേ, അതുപോലെ അടയും. ഇങ്ങനെ കുത്തുപോലെ പാടുണ്ടാവും, നല്ല ചുമന്നിരിക്കും 2 ദിവസത്തേക്ക്. അതിനും നമുക്കൊരു ക്രീം തന്നാണ് വിടുന്നത്. ഓക്കെ, അപ്പോൾ അത് അലർജിക് ആയെന്നോ അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്നോ ഇതൊക്കെ ചെയ്ത ഒരു ആളെന്ന രീതിയിൽ ഞാനത് തയ്യാറല്ല. ഞാനത് തയ്യാറല്ല, കാരണം ഞാനത് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അത് അലർജിക് എന്നൊരു വേർഡ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്നൊരു വേർഡ് അവിടെ നിന്ന് യൂസ് ചെയ്ത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് IV സ്റ്റാർട്ട് ചെയ്തു, ഗ്ലൂട്ടാത്തയോൺ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ഡോക്ടർ അഡ്വാൻസ് ചെയ്ത് ഇൻഫോം ചെയ്യും. എന്തിനാണ് ഗ്ലൂട്ടാത്തയോൺ? ഈ ബ്യൂട്ടി ബ്ലോഗായ കല്യാണിക്ക് ഗ്ലൂട്ടാത്തയോൺ എന്തിനാണെന്നുള്ള അറിവില്ല എന്നൊന്നും പറയരുത്. ഗ്ലൂട്ടാത്തയോൺ എന്ന് വെളുത്തിട്ട് പാറാനെന്നാണ് ഒറ്റ സെന്റൻസിൽ പറയുന്നത്. പക്ഷെ ആധികാരികമായി കുറച്ച് ബോധത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ ചിലവർക്ക് മാത്രം കുറച്ച് സ്കിന്നിന് വ്യത്യാസം ഉണ്ടാവും. അല്ലാത്തവർക്ക് ഈ ത്തിരിക്കുന്ന സ്കിൻ ഒന്ന് ജീവൻ വെക്കുന്ന പോലത്തെ അത് 1-2 സാധനം IV എടുത്തത് കൊണ്ട് ഒരു മാറ്റമില്ല, 10-11 എടുത്തിട്ട് മാറ്റമില്ലാത്തവരുണ്ട്. മനസ്സിലായ? അപ്പൊ അത് ഓൾറെഡി ചില ക്ലിനിക്കാര് ഇല്ല ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവുന്ന പറയും. ചില ബോധമുള്ള ക്ലിനിക്കാര് പറയും ചിലവർക്ക് സ്കിൻ ടോൺ നല്ല ബെറ്റർ ആവും, പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ ഒരു ഗ്ലോ ആയിരിക്കും, ചിലവർക്ക് അത് കിട്ടാത്തതുണ്ട്. ഇതെല്ലാം കല്യാണിനോട് ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. IV എന്ന് പറയുന്ന സാധനത്തിന് മിനിമം ഒരു 7000 രൂപ ഒരു നോർമൽ ക്ലിനിക്കിലുണ്ട് ഒരു IVക്ക്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഒരു 6-7 IVക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-60,000 രൂപ വരുന്നതാണ്. പിന്നെ പറയുന്നുണ്ടായിരുന്നു സ്കിന്ന് നമ്മൾ തൊടാൻ പോകുന്നുണ്ടോ? സ്കിന്നിന്റെ പ്രൊഡക്റ്റിന് എല്ലാത്തിനും, ഡെർമറ്റോളജിക്കൽ പ്രൊഡക്റ്റിന് എല്ലാത്തിനും മിനിമം ഒരു 500-ന് മേളിലേക്ക് ആവാൻ ചാൻസസ് ഉള്ളൂ. സ്കിന്ന് തൊടുന്നുണ്ടോ നല്ല എമൗണ്ട് അതിന്റെ പ്രൊഡക്റ്റിനാവും. പിന്നെ കല്യാണി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ, എല്ലാ ക്ലിനിക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, ഒരു ക്ലിനിക്ക് പോകുമ്പോൾ അവരോട് നമ്മൾ പറയുവാണ് ഞാൻ ഇത്ര കാലമായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്, എനിക്കത് ഓക്കെയാണ്, സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കുന്നുണ്ട്, അത് എനിക്ക് ഓക്കെ ആണെന്ന് പറയും. ചില സ്കിൻ ക്ലിനിക്കാർ ഓക്കെ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയും. ചില ആൾക്കാർ നിർബന്ധമായിട്ട് അത് പറ്റത്തില്ല, ഇത് തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ടൈപ്പുള്ള പ്രൊഡക്റ്റ് നമ്മളുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ആവട്ടെ വന്ന് പെട്ടുപോയല്ലോ, ഇനിയിപ്പോ ഇത് ഉപയോഗിക്കാത്തതിന്റെ പേരിൽ ഇനി ഇത് മാറില്ല എന്നൊന്നും പറയണ്ടല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ വാങ്ങിക്കും. നല്ല എമൗണ്ട് ആവും അതിനൊക്കെ. പിന്നെ ഗ്ലൂട്ടാത്തയോൺ IV എടുക്കുന്നുണ്ടോ അതിനൊപ്പം തന്നെ സപ്പോർട്ടീവ് ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുത്തേ പറ്റുള്ളൂ. ഒരു ടാബ്ലറ്റിന്റെ സ്ട്രിപ്പിന് 6-10 ടാബ്ലറ്റിന് 800-900 രൂപ വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വൈറ്റമിൻ C എടുക്കണം. അപ്പൊ ഇതെല്ലാം ഗ്ലൂട്ടാത്തയോണിൽ മാത്രം വരുന്നൊരു സാധനമാണ്. പിന്നെ ഇവരുടെ ക്ലിനിക്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് റിവ്യൂ നോക്കുമ്പോൾ, ഞാൻ ആ റിവ്യൂ നോക്കിയതിന്റെ അതില് 1 സ്റ്റാർ കിട്ടിയ റിവ്യൂല് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നതായിട്ടും, അതായത് കല്യാണി പറഞ്ഞതിനായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ടും, ഇവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ പൈസ 7000-10,000 രൂപക്കൊക്കെ ഇവര് ഓരോ സാധനങ്ങള് ട്രീറ്റ്മെന്റ് അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തവർ, ഇപ്പോൾ ഹൈഡ്രാ ഫേഷ്യലൊക്കെ എടുത്തവർക്കൊക്കെ ഈ പറഞ്ഞ ലോക്കൽ ഫേഷ്യലിന്റെ പോലും റിസൾട്ട് ഇല്ലാന്നും, രണ്ടാമത്തത് ഫേസിന്റെ അവിടെ പോയിട്ട് കൂടുതൽ ഡാമേജ് ആയെന്നും, ഹെയർ GFCയുടെ ട്രീറ്റ്മെന്റ് എടുത്തവർക്ക് ഹെയർ വീണ്ടും കൊഴിയാനും ആകെ പ്രശ്നങ്ങളായി എന്ന് പറയുന്ന റിവ്യൂസ് കൂടുതലാണ്.
അപ്പോൾ കല്യാണി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം സ്കിൻ ഒന്നും കൂടി ഡാമേജ് ആവാൻ തുടങ്ങി, ഒന്നും കൂടി കറക്കാൻ തുടങ്ങി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നതാണ് ഇവരുടെ ഗൂഗിൾ റിവ്യൂലുള്ളത്. ഞാനത് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. കാരണം ഈ വീഡിയോ കഴിയുന്നതിനോടൊപ്പം അതും കൂടി കണ്ടിട്ട് പോവാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ദെയർ ഫോർ മീ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ദെയർ ഫോർ മീ ഓണോ ഓക്കെ അവരെ ക്ലിനിക്കിന്റെ അത് ഞാൻ ഇവിടെ ഇത് ചെയ്താട്ടോ. അപ്പൊ ആ റിവ്യൂല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റത്തില്ല. സെയിം ടൈം കല്യാണി എന്ന് പറയുന്ന ആള് ഒരുപാട് സ്കിൻ വൈറ്റ് ആകും, വെളുത്തിട്ട് പാറും, അല്ലെങ്കിൽ സ്കിന്നിൽ ഗ്ലോ വരും, നല്ല കളർ വരും, അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അതിലെന്തോ സ്റ്റിറോയിഡ് കണ്ടന്റുകൾ ഉള്ള ക്രീമുകൾ വ്യക്തമായ ധാരണയില്ലാതെ പലത് മാറ്റി ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ പണി കിട്ടിയതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, പല പല ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴെങ്കിലൊക്കെ ചില സമയത്ത് കിട്ടുന്ന പണികൾ കിട്ടിയിട്ട് അതിനും കൂടി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്നൊരു ഒരു ഡൗട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് നല്ല സ്കിന്നൊക്കെ ഗ്ലോ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതെടുത്ത് വാരി പൂശിട്ട് കണ്ടോ എൻ്റെ മുമ്പത്തെ ക്രീം, മുമ്പത്തെ ഫേസ് പോലെയല്ലേ, ഇപ്പൊ മാറ്റം കണ്ടില്ലേ. മണ്ടന്മാരായിട്ടുള്ള നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ്, ഞാനിപ്പോ മുമ്പ് ഭയങ്കര മണ്ടിയായിരുന്നു കേട്ടോ. അത് ഞാൻ പറയും, ഇവരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ പോയി മേടിക്കുമായിരുന്നു. ഇപ്പൊ വ്യക്തമായ ബോധമുണ്ട്, കൃത്യമായ റിവ്യൂ നോക്കി കൃത്യമായി ഇത് നോക്കാതെ ഞാൻ ചെയ്യാറില്ല. ഞാനൊരു പ്രൊഡക്റ്റ് ഒരാളെ പരിചയപ്പെടുത്താറുമില്ല. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ഈ സാധാരണ പബ്ലിക് എന്ത് ചെയ്യും, ശരിയാണ് കേട്ടോ കല്യാണിയുടെ സ്കിന്നിന് നല്ല മാറ്റമുണ്ട്, ഈ ക്രീം ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലേ. നിങ്ങൾ പുറത്തുപോയി ലക്ഷങ്ങൾ കൊടുത്ത് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നിങ്ങൾ ഗ്ലോയൊക്കെ വരുത്തിയിട്ട് വേറെ ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ടാണെന്ന് നിങ്ങൾ അങ്ങ് പരസ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനോടൊക്കെ എനിക്ക് പക്ക വിയോജിപ്പുള്ള ഒരാളാണ്, വിയോജിപ്പ് തന്നെയാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന വെച്ചാൽ ഈ കേസ് വന്നതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വിടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സെയിം ടൈം ആ ഡോക്ടർ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കാണിക്കൂ, ഇൻസ്റ്റാഗ്രാമിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ബില്ല് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയൊക്കെ പേര് പുറത്തേക്ക് വിടാലോ. കാരണം അതൊന്നും കേസിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ റിവ്യൂ നോക്കാൻ പറഞ്ഞ ഓക്കെ, അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്ക് കയറി അവരുടെ ഫോട്ടോസ് ഉണ്ട്, അവരുടെ പേരുണ്ട്, അതപ്പോ ഈ ഹോസ്പിറ്റലായിരിക്കും ക്ലിയർ കൊടുക്കുക. പിന്നെ അതിൽ പറയുന്നുണ്ട്, കല്യാണി പറയുന്ന സെയിം തന്നെ 2-3 റിവ്യൂ ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് ഡോക്ടർ അല്ല, ജസ്റ്റ് എന്തോ MBBS പോലും കഴിയാത്ത, അത്രയും പോലും പ്രൊഫഷണൽ ആകാത്ത ആൾക്കാർ വരെ ചില ആൾക്കാരെ ട്രീറ്റ്മെന്റ് ചെയ്തു. അവരുടെ സംസാരത്തിൽ വരെ അവർക്ക് ഈ നോളജ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് ഡൗട്ട് വരുന്നുണ്ട്, ഒരു ഫേസ് ആണ്. അങ്ങനെ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഡോക്ടറിന് നമുക്ക് വിളിക്കാനും പറ്റത്തില്ല, പ്രൊസീജിയർ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയുള്ള റിവ്യൂസും കാണാം, ഇതിന്റെ ഒപ്പം നമുക്ക് വെക്കാം. കാരണം ഇതിപ്പോ ഒരു സംസ്ഥാന പ്രശ്നമൊന്നുമല്ല. ഒരു ബ്യൂട്ടി ബ്ലോഗർ ചെയ്തു, അത് പ്രശ്നങ്ങൾ ഉണ്ടായി, അവിടെ പോയി പ്രശ്നങ്ങൾ, ഇതെല്ലാം നോർമലി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊരു പ്രശ്നമായി മാറിയത് കല്യാണി ഇതൊരു ഷോർട്സ് ഇട്ടതും കല്യാണി ഉദ്ദേശിച്ചത് ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പൊ കൊളാബ് എന്ന് പറയുന്ന സാധനം ചോദിച്ചതിനും തെളിവില്ല. കാരണം അവർക്ക് തരാനായിട്ട് അവരുടെ അടുത്ത് CCTV ഇല്ല. പിന്നെ ഉള്ളത് മെറ്റാഗ്ലാസ് ഉപയോഗിച്ചിരുന്നു. ആ ദിവസം മെറ്റാഗ്ലാസ് ഉപയോഗിച്ചാണോ ഇപ്പോ CCTVയിൽ ആ ഹോളില് ആ ഒരു മെയിൻ എൻട്രിയുടെ അവിടെ നിന്ന് കയറി പോകുമ്പോൾ ഈ മെറ്റാഗ്ലാസ് ഉണ്ടായിരുന്നോ ഇല്ലെന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ അവിടെ അല്ലാതെ ഡോക്ടറിന്റെ റൂമിൽ ചെന്നപ്പോഴാണ് ഇത് എടുത്തു വെച്ചെങ്കിൽ നമുക്ക് ആർക്കും തന്നെ അറിയാൻ പറ്റത്തില്ല മെറ്റാഗ്ലാസ് ഉപയോഗിച്ചിരുന്നോ, അത് ചോദിച്ചിരുന്നോ എന്നൊന്നും ഇതിനൊരു തെളിവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കാന്നല്ലാതെ അതിനൊരു തെളിവില്ല. അപ്പോ നമ്മള് ഈ പറഞ്ഞ ചോറ് തിന്നുന്ന പബ്ലിക്കിന് തോന്നുന്ന നിസ്സാരമായിട്ടുള്ള, നമ്മളിങ്ങനെ ആഴത്തിലിരിക്കുമ്പോഴുള്ള കുറച്ച് ഇതാണ് ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. കാരണം ആർക്കും തോന്നാമോ കുറെ ഡൗട്ടുകൾ ഉണ്ട് ഇതൊക്കെ. പിന്നെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് കല്യാണിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പാട് വന്ന് അതൊക്കെ അത് അച്ഛനുണ്ടായിരുന്നോ, അത് കട്ടി പിടിച്ചു പോകുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. സെയിം ടൈമിൽ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാകാം ഇത് മുടക്കാൻ. ഓക്കെ, ഈ ആറക്ക സംഘം എന്ന് പറഞ്ഞാല് ആറക്ക സംഖ്യ എന്ന് പറഞ്ഞാല് വലിയ ആറക്ക സംഖ്യ നിങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആറക്ക സംഖ്യ, അതും വലിയ ആറക്ക സംഖ്യ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്യാവശ്യം സ്കിൻ പ്രൊഡക്റ്റുകളും സ്കിൻ ക്ലിനിക്കുകൾ അത്യാവശ്യം എറണാകുളം ജില്ലയിൽ പോയി കുറേ പണി കിട്ടി, കുറേ പണി കിട്ടാത്ത ഒരാളും കൂടിയാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ ഒരു മാർക്കിന് മാത്രമായിട്ട്
കല്യാണി അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തത് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തത വരുത്താം. അതിന് കോടതിയുടെ ഓർഡർ ഒന്നും വേണ്ട. ഇത്രയും പൈസ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കിൻ പ്രൊഡക്റ്റുകളാണോ നല്ല പൈസയാവും, പ്രത്യേകിച്ച് നല്ലൊരു പ്രീമിയം ക്ലാസ് ഇതാണെങ്കിൽ അങ്ങനെയാവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടായി ട്രീറ്റ്മെന്റ് എടുക്കാൻ നിങ്ങളെ പോലുള്ളവരെ വിശ്വസിച്ച് ഒറ്റ തവണ ഉപയോഗത്തിൽ അത് അടിപൊളിയാണ്, ഞാൻ കുറെ കാലം, ഒരുപാട് ആൾക്കാർ പല പല ജനസിൽ പല പല കൾച്ചറിൽ ജീവിച്ച് പല പല ഫുഡുകൾ കഴിക്കുന്ന പല പല സ്കിന്നുകളാണ്. ഇതൊക്കെ മാറി തേച്ചിട്ട് ഒരു മാർക്കോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് പിമ്പിൾസ് വന്ന് കണ്ടിന്യൂസ് പാണ്ട് പോലെ വന്ന് അല്ലെങ്കിൽ മൊത്തം കറുത്തു പോയാൽ ഈ സാധാരണ ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. ഒന്നും ഉപയോഗിക്കാത്തവർ ഭാഗ്യവാന്മാരെന്നേ പറയത്തുള്ളൂ. ആ ആൾക്കാര് നിങ്ങൾ ഈ ട്രീറ്റ്മെന്റിന് പൈസ കൊടുക്കുമോ? കല്യാണി കൊടുക്കുമോ? ഈ പറഞ്ഞ ഗ്ലാമി ഗംഗ, ഈ പറഞ്ഞ മറ്റേ അപർണ, ജീവ അപർണ, അവരൊക്കെ ഈ കാറ്റഗറി പെട്ടത് ആൾക്കാരാണ്. ഒറ്റ തവണ ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചോ, ഇന്നൊരു പ്രൊഡക്റ്റ് നാളെ ഒരു പ്രൊഡക്റ്റ് മറ്റന്നാൾ ഒരു പ്രൊഡക്റ്റ്, മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ വേറെ പ്രൊഡക്റ്റ് ആണ്, അയ്യോ ഇതായിരുന്നു നല്ലത്, മറ്റന്നാൾ വേറെ പ്രൊഡക്റ്റ് ആണ്, ഇതായിരുന്നു നല്ലത്, ടെൻഷൻ അടിച്ച് ഈ സാധനങ്ങളെല്ലാം വാരി വലിച്ച് പരട്ടിയിട്ട് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ട്രീറ്റ്മെന്റിന് പൈസ കൊടുക്കും. നിങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് എത്തിക്സ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾ കറിയും കഞ്ഞിയും വെച്ചിട്ട് പോകുന്ന തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഈ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ള ഒരാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്ലോഗ് ഇടുന്നതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങൾ ഈ കൊളാബ് ഈ സ്കിന്നിനെ വെച്ചുള്ള കളി നിർത്തൂ. നിങ്ങൾ ഡ്രസ്സ് വെച്ചിട്ടുള്ള കൊളാബുകളൊക്കെ ചെയ്യൂ. ഡ്രസ്സാകുമ്പോൾ നോക്കി കണ്ടെങ്കിലും വാങ്ങിക്കാലോ. ഇതൊരു പബ്ലിക് എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണ്, ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു അഭിപ്രായമാണ്. ഇത് കാണുവാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. ഇത് തന്നെ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, നമ്മള് ചോറ് തിന്നുന്നവരല്ലേ. അപ്പൊ അവർക്ക് തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള ഡൗട്ടുകളാണ് ഈ ഡോക്ടറിനോടും കല്യാണിയോട്. ആ സ്ക്രീൻഷോട്ടുകൾ, റിവ്യൂവിന്റെ സ്ക്രീൻഷോട്ട്, ക്ലിനിക്കിലെ നെഗറ്റീവ് റിവ്യൂവിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ വെച്ചേക്കാം. സെയിം ടൈം തന്നെ 90% പോസിറ്റീവ് റിവ്യൂമുള്ള ഒരു ക്ലിനിക്കാണ്. 10% നെഗറ്റീവ് ആണെങ്കിൽ 90%. പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടറിന്റെ വോയിസുകളെല്ലാം ഈ പറഞ്ഞ ചാനലിൽ കിടക്കുന്നുണ്ട്, അത് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. പിന്നെ കല്യാണി ഇത്ര റെഫർ ചെയ്ത ഒരാള് ഈ നെഗറ്റീവ് റിവ്യൂ കൂടിയൊക്കെ കണ്ടിട്ട് വേണ്ടേ പോകുന്നത്? പിന്നെ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടില് നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കുന്നു? അവര് സ്റ്റിറോയിഡ് ഉപയോഗിച്ച കാര്യം പറയുന്നവർക്കുള്ള പേടിയാണോ, അല്ലെങ്കിൽ കൂട്ടി വല്ല മാരക രോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും ബില്ലായെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിച്ചേർക്കുന്നുള്ള പേടിയാണോ എന്നറിയില്ല. രണ്ടിനും സാധ്യതയുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കല്യാണി എന്ന് പറയുന്ന ആള് എന്തിന് പ്രോപ്പറായിട്ട് വല്ല ക്രീമൊക്കെ വാരി തേച്ച് സ്റ്റിറോയിഡ് കണ്ടന്റ് ഇറങ്ങിയ ക്രീമിന് വാരി തേച്ചിട്ടുള്ള സൈഡ് എഫക്റ്റിന് ട്രീറ്റ്മെന്റ് എടുത്തതാണോ എന്നുള്ളത് പുറത്തു വരുന്നുള്ള പേടിയാണോന്ന് ഞങ്ങൾ പബ്ലിക്കിന് സംശയിക്കാട്ടോ. കാരണം നിങ്ങൾ അത്രയും ക്രീം പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അത്രയും ക്രീം നിങ്ങൾ വാരി തേക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുന്നവരെ ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. അവർ ക്രിയേറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റാ ക്ലാസിന്റെ റെക്കോർഡ് നിങ്ങൾ പുറത്തു വിടൂ. ഇതിനെല്ലാം സമയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോഴൊന്നും അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അത് പുറത്തു വിടൂ. ആ ഡോക്ടറിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എന്തിനാണോ ട്രീറ്റ്മെന്റ് എടുത്തത് അത് തന്നെയായിരിക്കും ആ ഡോക്ടർ എഴുതി വെക്കുന്നത്. ഇനി ആഡ് ചെയ്താലും എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും? സ്കിൻ ക്യാൻസർ ആണെന്നൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആഡ് ചെയ്യുന്നതിന് ലിമിറ്റ് ഇല്ലേ? പിന്നെ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടാണോ അല്ലേ എന്നുള്ളതും ഞങ്ങളും കാത്തിരിക്കുന്നു കാണാനായിട്ട്.